അരിമണിയും ഞാൻ പെറുക്കിയെടുക്കും. അരി 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 അരിയണ്ണൻ അരിയണ്ണൻ അരിയണ്ണൻ. ഇന്ന് നമ്മൾ ബിഗ് ബോസിൽ പോയി മാനസാന്തരപ്പെട്ടു എന്ന് വാദിക്കുന്ന, എന്നാൽ പ്രവൃത്തിയിൽ ഒരു മാറ്റവുമില്ലാത്ത രഹസ്യ ഏജന്റിനെ ഡീകോഡ് ചെയ്യാനാണ് പോകുന്നത്. ആളുടെ രഹസ്യ ഇരട്ടത്താപ്പുകൾ ചില്ലറ ഒന്നുമല്ല. നമ്മുടെ ബിഗ് ബോസിലെ നോറ പറഞ്ഞ പോലെ നാണവും മാനവും നിലവാരവും ഇങ്ങനത്തെ സാധനം അടുത്തുകൂടെ പോവാത്തൊരു മനുഷ്യനാണ്. സ്വന്തം ചങ്ക് ശസാൻ പോലും ഞെട്ടിപ്പോയി പുള്ളിയുടെ മാറ്റം കണ്ടിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രഹസ്യ ഏജന്റ് ആവാം. അതിനാകെ വേണ്ടത് ഒരു കാറ്, പിന്നെ കുറച്ച് ഡയലോഗ് ആൻഡ് പിറകിൽ സ്റ്റോക്കാണ്. ഒരു വിഷയം എടുക്കുക, ഒരു വീഡിയോ പ്ലേ ചെയ്യുക. കേട്ടല്ലോ? അടുത്ത പ്ലേ ചെയ്യാം. കേട്ടല്ലോ? അപ്പൊ അതാണ്. ഇതിന്റെ ഒപ്പം കുറച്ചെല്ലാം അറിയാമെന്ന ഓവർ ആക്ടിങ് ഉണ്ട്. നിങ്ങൾക്കുമാകാം രഹസ്യ ഏജന്റ്. ആറ്റിറ്റ്യൂഡ് വാരിയറിയലാണ് അണ്ണന്റെ മീൻ. ഏതോ അങ്ങാടിയിൽ നിന്നിട്ട് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്, അതെടുത്ത് ഒരു വീഡിയോയുടെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും അത് ഒരു തെളിയില്ലാത്ത കണ്ടന്റ് വാരി പോസ്റ്റ് ചെയ്യും. ഇത് തന്നെയാണ് അണ്ണന്റെ മെയിൻ ഹോബി. മാരാർമാമൻ ഒരു സൈഡിൽ നോക്കുമ്പോ അതിപ്പുറത്ത് നിന്ന് ചീഞ്ഞ് വേറെ കണ്ടന്റും ഇട്ട് ഡിഗ്രേഡ് നോക്കും. പക്ഷെ അണ്ണൻ മറന്നു, നമ്മൾ ആരെയാണ് കഴിക്കുന്നത്. ആര് പറയുന്നത് സത്യം എന്ന് കേട്ടാ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾ അരി കഴിക്കുന്ന മലയാളികൾക്കുമുണ്ട്. അണ്ണന്റെ വീഴ്ച തുടങ്ങിയത്, അല്ലെങ്കിൽ അണ്ണൻ പറയുന്ന പോലെ എക്സ്പോസ് ആയത് ബിഗ് ബോസിൽ പോയപ്പോഴാണ്. ഒരാവശ്യമില്ലാണ്ട് ആ കാറ് ഒന്നാൻ മതിയായിരുന്നു അല്ലേ? അറ്റ്ലീസ്റ്റ് ആ പോകുന്നതിന് മുന്നേ വെറുതെ ഡയലോഗ് ചോറാക്കണ്ടായിരുന്നു. പാവം മലയാളികൾ അണ്ണൻ അവിടെ പോയി എന്തൊക്കെയോ മറയ്ക്കുമെന്ന് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു എന്നും വിചാരിക്കും. അരിയണ്ണന്റെ സ്ട്രാറ്റജി, അരിയണ്ണന്റെ ചാറ്റർജി. അണ്ണന്റെ ആറ്റിറ്റ്യൂഡ് നാടകം ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പേര് ഡീഗ്രേഡിങ്ങിലാണ്. ആരെന്ത് കമന്റ് ഇട്ടാലും പറഞ്ഞാലും അതെല്ലാം പേര് ഡീഗ്രേഡിംഗ് ആണ്. 8 സബ്സ്ക്രൈബേഴ്സ് ഉള്ള പാവങ്ങളാണെന്നുണ്ട്. ഞങ്ങൾക്കാരും പൈസ വന്നിട്ടില്ല അണ്ണനെ ഡീഗ്രേഡ് ചെയ്യാൻ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അല്ല, എനിക്ക് അറിയാമെന്ന് എനിക്ക് ചോദിക്കുക, ഞാൻ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറോ ഡീഗ്രേഡ് ചെയ്യാൻ? അതും പൈസ കൊടുത്ത് തങ്കച്ചി പാസം നണ്ടൂര് അത് ഇത് തടച്ച് ബിഗ് ബോസിൽ കിടന്ന് ചീഞ്ഞ് മാറിയപ്പോ ആലോചിക്കുന്നായിരുന്നു. പുറത്തിറങ്ങുമ്പോ നാട്ടുകാരിങ്ങനെയിട്ട് നടക്കും. സ്വന്തം ഭാര്യയും കൂട്ടുകാരും വരെ കാറിൽ കയറി ഊക്കിയിട്ടും എന്തായിരുന്നു ഇപ്പോഴും പാരലൽ യൂണിവേഴ്സിലാണ് തോന്നുന്നു. ഇതൊന്നും അങ്ങോട്ട് തെറ്റല്ല, എല്ലാം ഡിഗ്രേഡിംഗ് ആണ്. അപ്പൊ ചോദ്യം, ചേച്ചിക്ക് സ്വന്തം ഭർത്താവിനെ ട്രോൾ ചെയ്യാൻ ആര് പൈസ കൊടുത്തു? മോയെ അത് ആർക്കത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു? ആർക്കുമല്ല, എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയെ. അണ്ണന്റെ വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത്, യൂട്യൂബിൽ അത്യാവശ്യം സംസാരിക്കുകയും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന, അതുപോലെ ഫാൻസ് ഒക്കെ ഉള്ള ആൾക്കാരെ എല്ലാം ക്ലോസ് ഫ്രണ്ട്സ് ആക്കി വെക്കും. അതാവുമ്പോ അവരാരും വന്നിട്ട് അണ്ണന്റെ ലീലാവിലാസങ്ങൾ ഓർക്കാൻ പറ്റില്ലല്ലോ. അണ്ണന് കുറച്ച് നല്ല സംസാരങ്ങൾ നിങ്ങളോട് കാണിച്ചു തരാം. ഇത്രയും നല്ല വാക്കുകൾ പൊതുസമൂഹത്തോട് ഇത്രയും മാന്യമായി സംസാരിക്കുന്ന ഒരു രഹസ്യ ഏജന്റിനെ നിങ്ങൾ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യല്ലേ? പാവം അണ്ണൻ ജീവിച്ചു പൊക്കോട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, വല്ല വിവരം വെക്കണമെന്നുണ്ടെങ്കിൽ ന്യൂസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണാം. അല്ലാണ്ട് ഇതുപോലെ പല ഫേക്ക് പുരോഗമനങ്ങളും അല്ലാണ്ട് 10 മിനിറ്റില് 8 മിനിറ്റ് ബാക്കിയുള്ളതിന്റെ വീഡിയോ വെച്ചത് കണ്ടിട്ട് നിനക്കെന്താ തോന്നിയെന്ന് പറയുന്നതൊന്നും വീഡിയോ കാണാൻ വെക്കാതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ പാഴാക്കാതിരിക്കും സുഹൃത്തുക്കളെ. നന്ദി. അങ്ങനെ വേണ്ടി ഞങ്ങളും 2 തുള്ളി കണ്ണീർ സമർപ്പിക്കുന്നു. ഇത് ഡിഗ്രേഡിംഗ് അല്ലമ്മ, ഞങ്ങൾ പാവം പിച്ച വെച്ച് തുടങ്ങുന്ന പാവങ്ങളാണല്ലേ. അമ്മച്ചിമാരോടൊന്നും തോന്നില്ല അറിയമ്മ.